ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്ന ബ്രഹ്മദത്തിനോട് ശോഭത്തോടെ നളിനി കൊള്ളാം. നീ നഷ്ടപ്പെടുത്തിയതിന്റെ വേദന വില നിനക്കറിയില്ല. ഇതിന് എന്റെ അച്ഛൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. പിന്നെ ഇല്ലേ അമ്മൂമ്മയുടെ മോതിരം എനിക്ക് തന്നെ ഞാൻ അതുകൊണ്ട് കളഞ്ഞ എങ്ങനെ എന്നെ വിജയിക്കും? പങ്കള് സീനാണല്ലേ എടി, അതല്ലേ പൊട്ടി പറഞ്ഞത്. നിന്റെ മനസ്സിലെ കള്ളത്തരം നീ എത്ര മണ്ണിട്ട് മൂടിയാലും 7 കടലിനപ്പുറത്ത് കൊണ്ട് 7 താഴട്ട് പൂട്ടി വെച്ചാലും നിന്റെ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുക്കും. കഷ്ടമാണ്. അങ്ങനെ തിരക്കാതെ എഴുതാനാണ്. രാവിലെ പേപ്പർ എന്തിന് ഒരു കാര്യം സമ്മതിക്കും? എന്തിനല്ല ഇവിടെ വന്നിരിക്കണത്? മറ്റേ അത് മറ്റേതാ അത് ഏത് മറ്റേ ഇത് എന്തിനിപ്പ യൂക്കാളി? അത് അപ്പൂര് പല്ല് വേദന അപ്പൊ വയ്ക്കാൻ ഞാൻ പോയിരുന്നു റൂമില്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞ എന്നെ ഇറക്കി വിട്ടേക്കണ്. അങ്ങനെ യൂക്കാലി ഐക്കാലി ഒന്നും കൊടുക്കണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, സ്വന്തം അച്ഛനല്ലേ. സ്വന്തം അച്ഛനെ അങ്ങനെ പറയാൻ പറ്റും? കണ്ടവന്റെ അച്ഛനെ പോയി പറഞ്ഞ ചൗക്കുറ്റിട്ട് അടിച്ചു. അപ്പൊ അടി കിട്ടുന്ന കേസാണെന്ന് അറിയാം. ആണിയാ എന്തിന് എന്ത് കട്ടിലടിയിൽ എന്തോന്നു? ഞാൻ ഒന്ന് താഴെ വീണിട്ടുണ്ടാ നോക്കിയത്. നീ താഴെ വീണാന്ന് കട്ടിലടി പോയി നോക്കണത്? നീ ഇവിടെ നിൽക്കില്ലേ? അയ്യോ ഈ യൂക്കാലി ഒരു കുഞ്ഞു ഐറ്റം അല്ലേ, അത് താഴെ യൂക്കാലി താഴെ വീണോ? ഞാൻ വെച്ച് നീ സ്വയമേ താഴെ വീണോ. എന്റെ കാല് വെക്കുക യൂക്കാലി നോക്കണത്. അവിടെ ഇങ്ങോട്ട് മാറേ, ഞാൻ എടുത്തു തരാം. കൊണ്ട് കോട എവിടെ ഉണ്ടായിരുന്നു? നീ പല്ലുവേനടുത്ത് ഒരാൾ മരിച്ചെന്ന് ഞാൻ ഇനി വായിക്കണ്ട. കിട്ടി. ഇനിയിപ്പോ ഒന്ന് വയ്ക്കൂടെ? സ്വസ്ഥമായിട്ടുള്ള തിരിക്കുകയായിരുന്നു. അല്ല വേറെ യൂക്കാലി ഉണ്ടോ? അല്ല ഈ പഞ്ഞി അതല്ല, നീ അവിടെ നോക്ക്. പഞ്ഞി പഞ്ഞി ഇവിടെ കാണും, ഞാൻ നോക്കാം. അതല്ലേ മാറി മാറി കേട്ടോ, പഞ്ഞി നോക്കട്ടെ. എടി ഇവിടെ ഇല്ലടി. ഇല്ലേ? അതല്ലേ പറഞ്ഞത്. അതെ, മുറ്റടിച്ചപ്പോ അവിടെ വല്ലതും വീണെങ്കിലോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ മുളകര അവിടെ നല്ല തണല, അവിടെ പോയി ഒന്ന് കുച്ചുകുത്താ പോരെ. ഒന്നാമത് ഭാവന ഉണർന്ന സമയമാണ്. അയ്യോ, നമ്മളാണ് ഇനി ഭാവന ഉണരാതിരിക്കണ്ട. പോവാ. ആന്റിക്ക് ഒരു ശല്യമായോ നമ്മൾ ഭാവന ആന്റിക്ക്? ഇളക്കല്ലേ? ഭാവന പോവല്ലോ. ആ നളിനി മക്കളെ, വേദന സഹിക്കാൻ പറ്റില്ല മക്കളെ. ഇതങ്ങോട്ട് വെച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. മാറുന്നില്ല, വീണ്ടും വരും മക്കളെ. വീണ്ടും വരാണെങ്കിൽ നമുക്ക് ഈ പല്ല് അങ്ങോട്ട് പറിച്ചു കളയാം പോരെ? നീ ജാമിനെ കണ്ട നോക്ക്. അവനെ കാണാണെങ്കിൽ നീ പറഞ്ഞേരെ എന്റെ മുമ്പേ വന്നു പോവല്ലോ. എന്തെന്നാ ഞാൻ പറഞ്ഞ മക്കളെ, എനിക്ക് ഭയങ്കര പല്ല് വേനാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയല്ലേ ഓരപ്പടക്ക് വാങ്ങി കടിച്ചു പൊട്ടിക്കാൻ. വിത്ത് ഗുണം 10 ഗുണം. എന്നിട്ട് അപ്പ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നിന്റെ അപ്പന്റെ അടുത്ത് എന്ത് പറയാനെന്ന്. അതതിനെ കടിക്കോളാം വന്നായിരിക്കും. അങ്ങോട്ട് കൈ വെച്ചോണ്ടിരിക്കാതെ വായനകത്ത് പോയി. ഇവളെ കൊണ്ടേ എനിക്ക് കുറച്ച് ചെടിയൊക്കെ നനപ്പിക്കാണ്ട്. മാമ അവിടെ കിടന്നോ? ഇവിടെ വേണ്ടല്ലോ. ഇവിടെ പോയിട്ട് വരവേ. കിട്ടിയാ? ഇല്ല. എവിടെയൊക്കെ നോക്കി കിട്ടണില്ലല്ലോ ഇത്. അപ്പച്ചി ഒരു ചെറിയ മോതിരല്ലേ, അതങ്ങ് വിട്ടുകള അപ്പച്ചി. എന്തോന്നടി പറയണത്? വിട്ടുകളയാനാ? എടി ചെറുതാണെങ്കിലും സ്വർണ്ണമല്ലേ? സ്വർണത്തിന്റെ അല്ല, അത് അമ്മൂമ്മയുടെ മോതിരല്ലേ, അത് കൊണ്ട് കളഞ്ഞ അതിന്റെ ഒരു വാല്യൂ ഇല്ലേ. അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ വഴിപാട് ചെയ്യായിരുന്നു. അപ്പച്ചി പെട്ടു. അയ്യോ ആണോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നീ എന്നെ പേടിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നേക്കണത്? അല്ല പിന്നെ മോതിരം നോക്ക്. തന്നെ നോക്ക്. ചെറിയ സാധനമാണ്, അതാണ് കണ്ടുപിടിക്കാൻ പാട്. നീ പിന്നെ എന്തോ വിചാരിച്ചു ടയറിന്റെ അത്ര ഉണ്ടെന്നാ മോതിരം? പിങ്കി വേണ്ട,
കൂടുതൽ എന്റെ അടുത്ത് കമന്റ്സ് അടിക്കാൻ വരണ്ട. ഞാൻ അടിക്കും. നീ കുറെ നേരം ഇവിടെ നോക്കാൻ തുടങ്ങിയിട്ട് നീ ഇതുവരെ കണ്ടുപിടിച്ചില്ല. നീ കുറെ നേരം ആയല്ലോ നോക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തെങ്കിലും കണ്ടുപിടിച്ച? ഞാൻ കുറെ നേരം ഒന്നും ആയില്ല. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഓ, നീ എപ്പോ വന്ന്? ഇപ്പൊ ആദ്യം തൊട്ടേ നീ എന്നെ തപ്പിക്കൊണ്ടിരുന്നത്. ഞാൻ തപ്പിക്കൊണ്ടു. അപ്പച്ചി അവള് പറയുന്ന വർത്താനം കേട്ടാ. ഇടി 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 നിന്റെ കണ്ണുകൊണ്ട് നീ നീ കണ്ണാടി വെച്ചിട്ട് നിനക്ക് കണ്ണ് കണ്ടുപിടിയല്ലോ. പിന്നെ ഭയങ്കര കാഴ്ചയാണല്ലോ. ആ ഉണ്ടടി ഉണ്ടടി. എന്തുകൊണ്ടടി കഴിഞ്ഞ സംവാദമൊക്കെ കഴിഞ്ഞ തപ്പിയാലും തപ്പെന്ന് പറഞ്ഞ അപ്പച്ചി ഇത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചോ? അത് തന്നെ എവിടെയും കൊണ്ട് കളഞ്ഞിട്ട്. അവിടെയാ ഇത് നേരത്തെ പറയുന്നു. പിന്നെ ഒറ്റ അടി വെച്ചെന്നാണ്ടല്ലോ. കഷ്ടം കഴിക്കണം. ഇത് ശരിയാവില്ല. നമുക്ക് മഷി നോട്ടക്കാരനെ വിളിക്കാം. ഓ അയ്യേ, നീ ഇത് ഏത് നൂറ്റാണ്ടില്ലടി? എടി എന്തടി നീ അമ്മ പറഞ്ഞ കേട്ടിട്ടില്ലേ? പണ്ട് അമ്മയുടെ ഒരു മോതിരല്ലേ മാല കളഞ്ഞു പോയപ്പോഴേക്ക് അമ്മ മഷിനോട്ടക്കാരനെ വിളിച്ചാണ് കണ്ടുപിടിച്ചത്. ഓ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് മഷിനോട്ടക്കാരൻ ഇരിക്കുകയല്ലേ സത്യസന്ധമായിട്ട് വിളിച്ചു പറയുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകാരൻ വരെ ഉള്ളൂ. ഓ ഞാൻ വെച്ച് ഇവക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പൊ നീ ഇതിലൊക്കെ വിശ്വസിക്കണോണ്ടാ? മഷിനോട്ടക്കാരനെ വിളിച്ച് ഞാൻ മോതിരോടെ അന്വേഷിക്കാൻ പോകും. ഞാൻ എപ്പോ വിശ്വസിച്ച്? ഇത് ശരിയാവൂലടി. വാ നമുക്ക് അപ്പൂന്റെയും രാമങ്ങളുടെയും പറയാം ഉള്ള കാര്യം. എന്നാ പാടി നമ്മൾ ഒരുമാതിരി അപമാനിക്കുന്നു. എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതെ ആ ഞാൻ പേടിച്ചു. നിങ്ങക്ക് എന്ത് വേണം? ഞങ്ങക്ക് എന്തെങ്കിലും വേണം. ഇതൊന്നും വേണം. സിനിമയ്ക്ക് പോണം. ഏറ്റ് മോതിരം കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ രണ്ടുപേരെ സിനിമയ്ക്ക് കൊണ്ടുപോകാം. ചേട്ടന്റെ അടുത്ത്? നിങ്ങളെ ഭർത്താവിന്റെ അടുത്ത്? പിന്നെ എനിക്കൊരു ചേട്ടനല്ലേ ഉള്ളൂ. പോയതുപോലെ തന്നെ നന്നായിരിക്കും. ഇവിടെ ടി വിയിലിരുന്ന് കാണാതായിരിക്കും നല്ലത്. എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോവാം. അത് മാത്രം പോരാ, ബിരിയാണി മേടിച്ചു. കേസ് ബിരിയാണി സെറ്റ് ആണോ? സെറ്റ് ആണ്. എന്നാ തപ്പി തരാം. വാടി നമുക്ക് നോക്കാം. അല്ല പിന്നെ ഉത്സാഹിക്കും. ചുരിദാറിലെങ്ങാനും ഇനി കുടുങ്ങി കിടപ്പം. ഓ നീ എന്തോന്ന് പിങ്കി? അല്ല പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെയൊക്കെ നോക്കി ഞാൻ അത് ഇട്ടപ്പോ തൊട്ട് ഞാൻ അത് ഊരിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ എവിടെ പോവത്? ജിന്നു, നീ എന്തോ കാണിക്കണത്? അച്ഛൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്. ഇതാ വരുന്ന്. തപ്പോ പോവും. പോയി നോക്ക എന്താണെന്ന്.